ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കാണുന്ന ഒരു റെയിൻബോ കേക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ അതിനൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി അരിച്ചെടുക്കുക. അവസാനം വരുന്നത് ഇതുപോലുള്ള കട്ടകളൊക്കെ നമുക്ക് മാറ്റിക്കളയാം. വീണ്ടും സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിനൊന്ന് മാറ്റി വയ്ക്കുക. വേറൊരു ബൗള്, ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിത് ബീറ്റർ ഓൺ ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ ഷെയ്ഡ് മാറി വൈറ്റ് ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആക്കി ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 6 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എഗ് ബാറ്റർ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റായി കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഞാനിവിടെ ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു ടൈമിൽ 2 കേക്കാണ് ബേക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മോൾഡ് ഓൾറെഡി ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് ബാറ്റർ തിരിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 136 അല്ലെങ്കിൽ ഒരു 135 ഗ്രാം അളവിനാണ് ഓരോരോ ബാറ്ററും എടുക്കുന്നത്. അപ്പോൾ ഒരു ടൈമിന് 2 കേക്കാണ് ബേക്ക് ചെയ്യുന്നത്. 2 ടിൻ ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് അറ്റ് എ ടൈം 2 കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ റേഡിയൻറ്റ് വയലറ്റും അതുപോലെ തന്നെ ഐസ് ബ്ലൂ കളറുമാണ് എടുത്തിട്ടുള്ളത്. 2 ഡ്രോപ്പ് വെച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കളർ കുറച്ച് കുറവായിട്ട് തോന്നിയത് കാരണം ഞാൻ വീണ്ടും 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വയലറ്റ് കളർ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്ലൂ കളർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കുറച്ച് കളർ കുറവായതുകൊണ്ട് ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിന് ചുറ്റിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഓൾറെഡി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇനി വീണ്ടും ഞാൻ ലീഫ് ഗ്രീനും അതുപോലെ തന്നെ ലെമൺ യെല്ലോ കളറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാകും. ഇനി മൂന്നാമത്തെ ബാച്ച് ബാറ്റർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് റേഡിയൻറ്റ് ഓറഞ്ച് കളറും അതുപോലെ തന്നെ
മാജിക് റെഡുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം നമുക്ക്. സെക്കൻഡ് ബാച്ച് കേക്ക് ബേക്കായി വരുമ്പോഴേക്കും ഈ ഒരു ബാറ്റർ റെഡിയാക്കി വെക്കുക. ഇതും നമുക്ക് ബേക്ക് ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു റെയിൻബോ ചെയ്തെടുക്കണം ഈ ഒരു കേക്കിൽ ഡെക്കറേഷനായിട്ട് വെക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ഗം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റേഡിയൻ വയലറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കുക. കളർ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിന് നീഡ് ചെയ്തെടുക്കുക. ഇനി ഈ വീഡിയോ കാണുന്നത് പോലെ ഈ കൈ വെച്ചിട്ടൊന്ന് ഇതിനെ ഒന്ന് നീളത്തിന് റോൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര അളവിനാണോ റെയിൻബോ വേണ്ടത്, എത്ര നീളത്തിനാണോ വേണ്ടത്, എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് റോൾ ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് അളവിനായിട്ട് എടുക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ അളവിന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡായിട്ട് നമുക്ക് ബ്ലൂ കളറാണ് ചെയ്തെടുക്കാനുള്ളത്. എത്ര നീളമാണോ വേണ്ട അത്രയും നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മൂന്നാമതായിട്ട് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ നീളത്തിനൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബാലൻസ് എക്സസ് ആയിട്ട് വരുന്നതിന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത് യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും എത്ര അളവിനാണോ നമുക്ക് വേണ്ടത് അത്രത്തോളം ഒന്ന് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. എക്സസ് ആയിട്ട് വരുന്നതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നെക്സ്റ്റ് കളർ നമ്മൾ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. അതും ആദ്യം നമ്മൾ ചെയ്ത് വന്ന അതേ പ്രൊസീജിയർ പോലെ തന്നെ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ കളറും നമ്മൾ റെയിൻബോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇവിടെ റെയിൻബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു കാർഡ്ബോർഡ് പോലുള്ള അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് ആ ഒരു ലെവലിന് കട്ട് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതിന് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഒട്ടിയിരുന്നോളും. ഇനി ഇതിനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കുക. രണ്ട് സൈഡിലും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് 100 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് സെറ്റായി കിട്ടും. ഇനി ഇവിടെ ഞാൻ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 കളേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഒരു ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വയലറ്റ് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ക്രീം കൊണ്ട് കവർ ചെയ്യുക. ദെൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ബ്ലൂ കളറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്രീമും അപ്ലൈ ചെയ്തതിന് ശേഷം
നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. ഗ്രീൻ കളറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും ക്രീം കൊണ്ട് ഫില്ല് ചെയ്യുക. ഫോർത്ത് ലെയർ യെല്ലോ കളറാണ്. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ലെയർ ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെയർ ആയിട്ടുള്ള റെഡ് കളറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 6 ലെയേഴ്സും വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കണം. കേക്ക് ഫുള്ളായിട്ട് നല്ലതുപോലെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗം നല്ലതുപോലെ ക്രീം കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം. സൈഡിലൊരു നോസിൽ വർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സൈഡ് ഭാഗം ക്ലിയറാക്കി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ക്രം കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. മേൽഭാഗം ഞാനിത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നൂറിൻ്റെ നമ്പർ 11 നോസിൽ, അതായത് നമ്മൾ റോസൊക്കെ ചെയ്യാൻ എടുക്കുന്ന നോസിലിൽ വയലറ്റ് കളറ് ക്രീം എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷനിലാണ് ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 3 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. 3 ലെയർ വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇതിന് പകരം 2 ലെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 3 ലെയേഴ്സ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഗ്രീൻ കളറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം യെല്ലോ കളറ്. ഗ്രീൻ ലെയറിൽ ഞാൻ ചെയ്തത് 2 ലെയറാണ് ചെയ്ത് വിട്ടുള്ളത്. അതുപോലെ തന്നെ യെല്ലോ കളറും 2 ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് ലെയറാണ് കൊടുത്തിട്ടുള്ളത്. അതും 2 ലെയറാണ് കൊടുക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് റെഡ് കളറാണ്. റെഡും 2 ലെയറാണ് കൊടുക്കുന്നത്. ഇത് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഒരു നോസിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതാ നോസിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ നിന്ന് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള റെയിൻബോയുടെ ആ ഒരു ടോപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് മെല്ലെ ഈ കേക്കിൻ്റെ മേളിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിൻ്റെ മേളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു നോസിലോ അല്ലെങ്കിൽ വെറുതെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ട് ക്ലൗഡ്സ് വരച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇത് 1.5 kg വരുന്ന ഒരു വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. അപ്പം ഇതുപോലെ നെയിം ബോർഡും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.